ഹരി ഓം. 14-ാമത്തെ സ്തുതി ബ്രഹ്മദേവൻ്റെ ശങ്കരസ്തുതി. ഇത് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 42 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളാണ്. പണ്ട് ദേവന്മാരും ഋഷിമാരും ജഗത്പിതാക്കന്മാരും ചേർന്ന് നടത്തിയ യാഗത്തിൽ ആ സദസ്സിൽ ദക്ഷൻ പ്രതാപത്തോടുകൂടി കയറി വന്നു. ബ്രഹ്മാവും ശിവനും ഒഴിച്ച് ആ സദസ്സിലുള്ളവരെല്ലാം ദക്ഷൻ വരുന്നത് കണ്ട് എഴുന്നേറ്റ് ആദരിച്ചു. ദക്ഷൻ സ്വപിതാവായ ബ്രഹ്മാവിനെ വണങ്ങി ആസനസ്ഥനായി. ശിവൻ മാത്രം എഴുന്നേൽക്കാത്തത് കണ്ട് ദക്ഷൻ ക്രോധത്തോടെ അദ്ദേഹത്തെ നോക്കി അധിക്ഷേപിച്ചു. എന്നിട്ടും ശിവൻ പരമശാന്തനായിരുന്നു. ദക്ഷൻ കൂടുതൽ ക്രോധം പൂണ്ട് ശിവനെ ജലസ്പർശം ചെയ്ത് ശപിച്ചു. ഇന്നു മുതൽ ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഹവിർഭാഗം ഇല്ലാതെ പോകട്ടെ എന്നായിരുന്നു ശാപം. ശിവൻ്റെ ഗണങ്ങളിൽ മുഖ്യനായ നന്ദീശ്വരൻ ഇത് കേട്ട് ദക്ഷനെയും ഹരനിന്ദയിൽ സന്തോഷിച്ചിരിക്കുന്ന വിപ്രരെയും ശപിച്ചു. ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുന്ന ഭഗവാനെ ഈ വണ്ണം ശപിച്ചവൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉദിക്കാതെ പോകട്ടെ. അധർമ്മങ്ങളിൽ ആസക്തി വളർന്ന് കർമ്മതന്ത്രം വിസ്മരിക്കട്ടെ. പശുപ്രായനായ ഇവൻ താമസം വിന അജമുഖനാകട്ടെ. ശിവനെ നിന്ദിക്കുന്നത് അനുകൂലിച്ച വിപ്രർ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടട്ടെ. മുക്കണ്ണനെ ദ്വേഷിക്കുന്നവരെല്ലാം മോഹിക്കട്ടെ. ധാത്രീസുരന്മാർ സർവം ഭക്ഷിക്കുന്നവരായി യാചകരായി ഭൂമിയിൽ അലയട്ടെ. ബ്രാഹ്മണ വംശത്തെ ശപിച്ചതു കേട്ട് ഭൃഗുമഹർഷി ശങ്കരപക്ഷത്തിലുള്ള കിങ്കരന്മാരെയെല്ലാം ശപിച്ചു. ശങ്കരവ്രതം ആചരിക്കുന്നവരെല്ലാം സന്മാർഗച്യുതി മൂലം പാഖണ്ഡരായിടട്ടെ. ശിവദീക്ഷ എന്ന വ്രതം എടുക്കുന്നവർ വൃത്തിഹീനരായി മൂഢരായി തീരട്ടെ. കാലഭൈരവൻ എന്ന ദേവതയെ ആരാധിച്ച് നിങ്ങൾ നാസ്തികരാകട്ടെ. അങ്ങനെ യാഗശാല ശാപരംഗമായി മാറി. ഭൃഗുമഹർഷിയുടെ ശാപം കേട്ട് നിരുന്മേഷനായി മഹാദേവൻ അനുയായികളോടുകൂടി എഴുന്നേറ്റുപോയി. 1000 സംവത്സരം നീണ്ടുനിന്ന ആ യാഗം ഗംഗായമുനയുടെ സംഗമസ്ഥാനത്ത് സമാപിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു. ദക്ഷനും ശിവനും തമ്മിലുള്ള ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് കുറേ കാലം കഴിഞ്ഞു. ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതിമാരിൽ പ്രധാനിയായി അഭിഷേകം ചെയ്തതോടെ ദക്ഷൻ കൂടുതൽ അഹങ്കാരിയായി. മഹാദേവൻ തുടങ്ങിയവരെയെല്ലാം അപമാനിക്കണമെന്ന ഉദ്ദേശത്താൽ ബൃഹസ്പതി സവം എന്ന മികച്ച യജ്ഞം ചെയ്യാൻ തീർച്ചയാക്കി. ആ യജ്ഞത്തിൽ ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ, പിതൃക്കൾ, ദേവന്മാർ തുടങ്ങിയവർ പത്നിമാരോടുകൂടി അവിടെ വന്നു ചേർന്നു. എന്നാൽ കൈലാസത്തിൽ മാത്രം ക്ഷണിച്ചില്ല. സ്വന്തം സഹോദരിമാരും ദേവന്മാരും മറ്റും ആകാശമാർഗേ വിമാനത്തിൽ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് കണ്ട സതിക്ക് അങ്ങോട്ട് പോകണം, സഹോദരിമാരെയും അമ്മയെയും മറ്റും കാണണം എന്ന ആഗ്രഹം ശക്തിയായി. മഹാദേവനോട് നമുക്കും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ക്ഷണിക്കാതെ യാഗം, അമ്മ, അച്ഛൻ എന്നെല്ലാം പറഞ്ഞു പോയാൽ അത് മാനഹാനിക്കും തന്മൂലം മരണത്തിനു വരെ ഇടയാകുമെന്ന് പറഞ്ഞ് ശിവൻ ധ്യാനത്തിൽ മുഴുകി. പിതൃഗ്രഹം, ഭർതൃഗ്രഹം, ഗുരുഗ്രഹം എന്നിവിടങ്ങളിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകാമെന്നും മറ്റും സതി പറഞ്ഞു നോക്കി. ഒരിളക്കവുമില്ലാതെ മഹാദേവൻ ധ്യാനം തുടർന്നു. ബന്ധുക്കളെ കാണാനുള്ള ആശയാൽ പുറത്തേക്ക് പോകും. ഭർത്താവ് പറഞ്ഞതോർത്ത് വീണ്ടും അകത്ത് കയറും. ഇങ്ങനെ വിഷമിച്ച സതി ദുഃഖം മൂലം കണ്ണീർ വാർത്ത് ഒരു നോട്ടത്തിൽ ദഹിച്ചു പോകുമെന്ന മട്ടിൽ പതിയെ ഒന്ന് നോക്കിയിട്ട് ദീർഘശ്വാസം വിട്ട് ഇറങ്ങി അങ്ങ് നടന്നു. സതി ഏകയായി പോകുന്നത് കണ്ട് ശിവഗണങ്ങൾ വാഹനം, കുട, തഴ എന്നിവയുമായി പുറകെ ചെന്ന് കാളപ്പുറത്തേറ്റി അകമ്പടിയോടുകൂടി പോയി. നന്നായി അലങ്കരിച്ചതും ബ്രഹ്മർഷിമാരാൽ നിറയപ്പെട്ടതും മന്ത്രോച്ചാരണം മുഴങ്ങുന്നതുമായ യജ്ഞശാലയിൽ സതി പരിവാരങ്ങളോടെ ചെന്നു കയറി. ദക്ഷൻ അവളെ കണ്ടാദരിച്ചില്ല.
ദക്ഷനെ ഭയന്ന് സദസ്യരും അവളെ ശ്രദ്ധിച്ചില്ല. അച്ഛൻ അവളെ അനാദരിച്ചതിനാൽ ക്രോധം പൂണ്ട് ദക്ഷൻ ഭർത്താവിനെ അപമാനിച്ചതും ഈ യാഗത്തിൽ ശിവന് യാഗഭാഗം വെച്ചിട്ടില്ല എന്നുള്ളതും ഓർത്ത് ആ ശിവദ്വേഷിയെ സമസ്ത ജനങ്ങളും കേൾക്കെ അധിക്ഷേപിച്ചു. സതി പറഞ്ഞു, ദേഹികൾക്കൊക്കെ ആത്മാവായി ശത്രുവെന്നോ മിത്രമെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരിലും കാരുണ്യം ചൊരിയുന്ന മഹാദേവനോട് അങ്ങല്ലാതെ ആര് വിപരീതമായി പ്രവർത്തിക്കും? അറിഞ്ഞോ അറിയാതെയോ ശിവ എന്ന രണ്ടക്ഷരം ജപിച്ചാൽ സകല പാപങ്ങളും നശിച്ച് മോക്ഷപ്രാപ്തി കൈവരുന്നു. ആ പരമകാരുണികനെയാണ് അങ്ങ് നിന്ദിച്ചത്. മഹാദേവനോട് അപരാധം ചെയ്തവനിൽ നിന്നും ലഭിച്ച ഈ ശരീരം കൊണ്ട് ഇനി ശിവനെ ശുശ്രൂഷിക്കാൻ കൊള്ളുകയില്ല. അതിനാൽ ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കുന്നു. സതി ജലസ്പർശം ചെയ്ത് മഞ്ഞവസ്ത്രം ഉടുത്ത് വടക്ക് ദിക്കിലിരുന്ന് വായുവിനെയും അഗ്നിയെയും ധാരണയാൽ ജ്വലിപ്പിച്ച് ലോകത്രയ ഗുരുവായ സ്വന്തം കാന്തൻ്റെ പാദപങ്കജം ധ്യാനിച്ച് ദേഹം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു. കണ്ടുനിന്നവർ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞുപോയി. ഈ സമയം സതിയോടൊപ്പം വന്ന ശിവകിങ്കരന്മാർ യാഗവിഘ്നത്തിനായി പാഞ്ഞടുത്തു. ഭൃഗുവിൻ്റെ ദക്ഷിണാഗ്നിയിലെ ഹോമത്തിൽ നിന്ന് ഉയർന്നുവന്ന ഒരുപാട് ഭൃഗുക്കൾ തീക്കൊള്ളികൾ കൊണ്ടടിച്ച് അവരെ ഓടിച്ചു. ദക്ഷൻ്റെ അനാദരവ് കാരണം സതി ദേഹത്യാഗം ചെയ്തതും തൻ്റെ ഋഭുക്കൾ ഓടിച്ചതും നാരദൻ പറഞ്ഞ് ശിവൻ അറിഞ്ഞു. സംഹാരമൂർത്തിയായ ശിവൻ കോപിച്ചെണീറ്റ് നിന്ന് അട്ടഹസിച്ച് അഗ്നി പോലെ മിന്നുന്ന ജട പിടിച്ച് ഉഗ്രമായ ശബ്ദത്തോടെ നിലത്തടിച്ചു. ആകാശം മുട്ടുന്ന ആകൃതിയോടും ചുവന്ന 3 കണ്ണുകൾ, ദംഷ്ട്രകൾ എന്നിവയുള്ളതും കപാലമാലയും അനേകം കൈകളിൽ വിവിധ ആയുധങ്ങളുമായി കാണികൾക്ക് ഭയമുണ്ടാക്കുന്ന വീരഭദ്രസ്വാമി അവിടെ ആവിർഭവിച്ചു. ഭഗവാൻ അവനോട് പറഞ്ഞു, വീരയോദ്ധാവേ, ഭവാൻ എൻ്റെ കിങ്കരപ്രധാനിയാണ്. നീ എൻ്റെ അംശഭൂതനാണ്. പെട്ടെന്ന് ദക്ഷൻ്റെ യജ്ഞശാലയിൽ ചെന്ന് അവനെ കൊണ്ട് യജ്ഞധ്വംസനം ചെയ്യുക. വീരഭദ്രസ്വാമി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് തൊഴുത് കാൽച്ചിലപ്പിൻ്റെ ധ്വനി മുഴക്കിക്കൊണ്ട് നടന്നു. രുദ്രപാർഷദന്മാരെല്ലാം അവൻ്റെ ഒപ്പം പോയി. പെട്ടെന്ന് രുദ്രപാർഷദർ യജ്ഞശാല നിരോധിച്ചു. ദേവന്മാർ ഭയന്നോടി. വീരഭദ്രൻ ദക്ഷനെ ബന്ധനസ്ഥനാക്കി. മണിമാൻ ഭൃഗുവിനെ പിടിച്ചുകെട്ടിയിട്ടു. സദസ്സിൽ വെച്ച് ദക്ഷൻ ശിവനെ അവഹേളിച്ചപ്പോൾ താടി തടവിയിരുന്ന ഭൃഗുവിൻ്റെ താടിരോമങ്ങളെല്ലാം വീരഭദ്രൻ ഓരോന്നായി പിഴുതെടുത്തു. നന്ദീശൻ പൂഷാവിനെ ബന്ധിച്ച് പല്ലെല്ലാം തല്ലിക്കളഞ്ഞു. മുൻപ് സഭയിൽ വെച്ച് ശിവനെ ശപിക്കുവാൻ കണ്ണ് കാണിച്ച ഭഗൻ്റെ കണ്ണ് രണ്ടും വീരഭദ്രൻ ചൂഴ്ന്നെടുത്തു. ദക്ഷൻ്റെ കഴുത്ത് മുറിഞ്ഞു പോരാത്തതിനാൽ യജ്ഞപ്പശുവിനെ എന്ന പോലെ ആ കഴുത്ത് പിരിച്ചെടുത്ത് ദക്ഷിണാഗ്നിയിലിട്ട് ഹോമിച്ചു. പിന്നെ ആ യജ്ഞശാല എല്ലാം ഒന്നോടെ ദഹിപ്പിച്ചിട്ട് ശിവകിങ്കരന്മാർ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ശിവകിങ്കരന്മാരുടെ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റോടിയ ദേവന്മാരും സദസ്യരും ഋത്വിക്കുകളും ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. സംഭവങ്ങളെല്ലാം നടന്ന പോലെ അറിയിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ഈ യാഗത്തിന് പോയിരുന്നില്ല. ബ്രഹ്മാവ് പറഞ്ഞു, യാഗഭാഗാർഹനായ ശ്രീ പരമേശ്വരനെ അത് നൽകാതിരുന്ന നിങ്ങൾ തെറ്റുകാർ തന്നെ. ആ ശിവനെ നിങ്ങൾ ചെന്ന് പ്രസാദിപ്പിക്കുക. ക്ഷിപ്രപ്രസാദിയായ ദേവൻ നിങ്ങളിൽ കനിയും. ആ ദേവൻ കോപിക്കിൽ ലോകങ്ങൾ ഈ ക്ഷണം നശിക്കും. ആ ദേവനെ സാന്ത്വനിപ്പിച്ച് ക്ഷമാപണം ചെയ്യുക. യജ്ഞം പൂർത്തിയാക്കുന്നതിന് അതേ മാർഗമുള്ളൂ. ബ്രഹ്മാവ് പിതൃ പ്രജാപതിമാരോടൊത്ത് കൈലാസത്തിലേക്ക് പോയി. അവിടെ 75 യോജന വിസ്താരത്താൽ പടർന്നു നിൽക്കുന്നതായ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വലത്തെ തുടയിൽ ഇടത്തെ പാദപത്മത്തെയും
ഇടത്തെ കാലിൻ്റെ മുട്ടിന്മേൽ ഇടത്തു കൈയിനെയും വെച്ചുകൊണ്ട് വലത്തു കൈയിൻ്റെ മണികണ്ഠത്തിൽ ജപമാലയെ ചുറ്റിക്കൊണ്ടും വലത്തു കൈയിൻ്റെ പെരുവിരലിനെ ചൂണ്ടാണി വിരലോട് ചേർത്ത് പിടിക്കുന്നതായ തർക്കമുദ്രയെ ധരിച്ചും കൊണ്ടിരിക്കുന്ന ശ്രീ പരമേശ്വരനെ കണ്ട് ദേവന്മാരും മുനിമാരും നമസ്കരിച്ചു. ശ്രീശങ്കരൻ ശങ്ക കൂടാതെ പെട്ടെന്നെഴുന്നേറ്റ് ബ്രഹ്മാവിനെ നമസ്കരിച്ചു. ബ്രഹ്മാവ് ശങ്കര ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നമുക്ക് സ്തുതി കേൾക്കാം. ബ്രഹ്മോവാച ജാനേ ത്വാമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോ ശക്തേ ശിവസ്യ ച പരം യത്തദ്ബ്രഹ്മ നിരന്തരം ത്വമേവ ഭഗവാനേതത് ശിവശക്ത്യോ സ്വരൂപയോ വിശ്വം സൃജസി പാസ്യൽസി ക്രീഡന്നൂർണപടോ യഥാ ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ അവസിതാശ്ച സേതവോ യാൻ ബ്രാഹ്മണാ ശ്രദ്ധധതേ ധൃതവ്രതാ ത്വം കർമ്മണാം മംഗളമംഗളാനാം കർത്തുസ്മ ലോകം തനുഷേസ്വപരം വാ അമംഗളാനാം ച തമിശ്രമുൽബണം വിപര്യക്കേന തദേവ കസ്യചിത് ന വൈ സദാം ത്വച്ചരണാർപ്പിതാത്മനാം ഭൂതേഷു സർവേഷ്വഭിപശ്യതാം തവ ഭൂതാനി ചാത്മന്യപൃഥഗ് ദിദൃക്ഷതാം പ്രായേണ രോഷോഭിഭവേത് യഥാ പശും പ്രദഗ്ധിയഃ കർമ്മദൃശോ ദുരാശയ പരോദയേനാർപ്പിതഹൃദ്രുജോനിശം പരാൻ ദുരുക്തൈർവിദുദന്തുരുന്തുത താന്മാവധി ദൈവവധാൻ ഭവദ്വിത യസ്മിൻ യഥാ പുഷ്കരനാഭമായയാ ദുരന്തയാ സ്പൃഷ്ടധിയ പ്രദഗ്ദൃശ കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാ ന സാധവോ ദൈവബലാത്കൃതേ ക്രമം ഭവാംസ്തു പുംസഃ പരമസ്യ മായയാ ദുരന്തയാ സ്പൃഷ്ടമതിഃ സമസ്തദൃക് തയാ ഹതാത്മസ്വനുകർമ്മ ചേതസ്വനുഗ്രഹം കർത്തുമഹാർഹസി പ്രഭോ കുർവദ്വരസ്യോദ്ധരണം ഹതസ്യ ഭോ സ്ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയജ്ജിനോ യേന മഖോ നിനീയതേ ജീവതാത് യജമാനോയം പ്രപദ്യേ ദാക്ഷിണീ ഭഗ ഭൃഗോശ്മശ്രൂണിരോഹന്തു പൂഷ്ണോദന്താശ്ച പൂർവവത് ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജാം ചായുധാസ്മഭി ഭവതാനുഗ്രഹീതാനാം ആശുമന്യോസ്തനാതുരം യേഷ തേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോധ്വരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. ബ്രഹ്മാവ് പറഞ്ഞു, എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമായ ഈശ്വരൻ അങ്ങാണെന്ന് ഞാൻ അറിയുന്നു. ദക്ഷനെ യാഗത്തിന് പ്രേരിപ്പിച്ചത് അങ്ങ് തന്നെയാണല്ലോ. സദാസമയവും ഹരിയെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ദേവ, ഭവാൻ ദക്ഷൻ്റെ യാഗം പൂർണ്ണമാക്കണം. യാഗവിഘ്നത്തിന് കാരണം അങ്ങാണെന്നുള്ള കാര്യം നിലനിൽക്കരുത്. അതിനായി ദക്ഷൻ ജീവിക്കണം. ഭഗന് കണ്ണുണ്ടാകണം. ഭൃഗുവിൻ്റെ മുഖരോമങ്ങളും പൂഷാവിന് ദന്തങ്ങളും ഉണ്ടാകണം. ദേവന്മാരും ഋത്വിക്കുകളും ദക്ഷനും ചെയ്ത കുറ്റത്തിന് അവർക്ക് ശിക്ഷ കൊടുത്തതിൽ തെറ്റില്ല. ഇനി അവരെ അനുഗ്രഹിച്ച് യാഗം പൂർത്തി വരുത്തണം. യാഗം നടത്തിക്കഴിഞ്ഞാൽ അവശേഷിച്ചതായ സാധനങ്ങൾ അത്രയും അങ്ങയുടെ ഭാഗമായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങക്കുള്ള അംശം സ്വീകരിപ്പാനായി യാഗം നിർവിഘ്നമായി കലാശിക്കുവാൻ അനുഗ്രഹിച്ചാലും. ഓം നമോ ഭഗവതേ വാസുദേവായ.